എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? ഇന്നിപ്പം കർക്കിടക 1 അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു. വിളക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കത്തിക്കാമെന്ന് വിചാരിക്കും. 4 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് അന്നേരം കത്തിക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ തേണ്ട രാവിലെ എഴുന്നേറ്റ് കഞ്ഞിക്കൊക്കെ വെള്ളം അടുപ്പത്തിട്ടു, അരിയൊക്കെ അടുപ്പത്തിട്ട് തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തേണ്ട കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഇന്ന് രാമായണ മാസം തുടങ്ങുന്നത് കാരണം ഇന്ന് നോൺ വെജ് ഒന്നും വേണ്ട. ഇന്നിപ്പം നമുക്ക് ഒരു വെജിറ്റേറിയൻ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് വന്നതിൻ്റെ ആ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഇന്ന് വലിയ എനിക്ക് മടിയൊന്നും ഇല്ലാത്ത ദിവസമായിട്ടും തോന്നി. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് ഒരു പ്രത്യേക ഒരു ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ പതിവ് പോലെ ചിയാ സീഡിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷമാണ് നമ്മളിപ്പം ഇതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഞ്ഞി അരിയിട്ട് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബാക്കി കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് ആ വലിയ അടുപ്പിലാണ് നല്ലതായിട്ട് തീ കത്തുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഈ കഞ്ഞി അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് കറി ഇനി ആ അടുപ്പിലോട്ട് വെക്കാൻ നോക്കി. ചെറിയ അടുപ്പിലോട്ട് നമ്മൾ കഞ്ഞി തിളച്ച് വന്നപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുവാണേ. അപ്പം ഇനി ബാക്കി കറികളൊക്കെ നമുക്ക് ഈ വലിയ അടുപ്പിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എനിക്ക് സൗകര്യം ഇളക്കാനൊക്കെ സൗകര്യം അത് ആ ഒരു അടുപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുകിട്ടൊന്ന് പൊട്ടി വന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടെ ഒരു 2-3 ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 2-3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇനി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്നത് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുവാണ്. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ആവിക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ എൻ്റെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തുകൊണ്ട് വന്ന സമയത്ത് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആ മിക്സർ ജാറ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ട നമ്മൾ ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുവാണ്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വെണ്ടയ്ക്ക ഇട്ട് മോരുകറി വെക്കുന്നത്. അപ്പോൾ വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വേണ്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ചൂടായതിന് ശേഷം തീ ഓഫാക്കിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി പുളിയുള്ള തൈര് വേണം ഈ കറിക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണ്ടേ നമ്മളുടെ വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വേണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ചെറുപയർ വേവിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വേണ്ട എണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ സവോള അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുമാണേ. അപ്പോൾ കൊച്ചുള്ളി കുറവായിരുന്നു, അത് കാരണമാണ് പിന്നെ ഞാൻ സവോള എടുത്തത്. അപ്പോൾ സവോളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്
ഉണക്കമുളക് ചതച്ചതാണേ. അപ്പോൾ ഞാൻ ഉണക്കമുളക് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് നമുക്കിങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണേ. അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചെറുപയറിന്, കുരുമുളകൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേന്. അപ്പോൾ അതേണ്ട ഞാൻ നമ്മളെ ചെറുപയറും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപയറും അതുപോലെ തന്നെ നമ്മളുടെ വെണ്ടയ്ക്ക മോരുകറിയും പപ്പടവും അച്ചാറും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് അത് മതിയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ നോൺ വെജ് ഇല്ലാതെ ലഞ്ച് ഉണ്ടാക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീനോ ഉണ്ടാകാറുള്ളതാണ്. പിന്നെ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഞാനൊരു ഓർത്ത് ഇന്നൊന്നും എന്നാണല്ലോ ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഇച്ചിരി മീനുള്ളതൊക്കെ താല്പര്യമാണ്. രാഹുലിന് പ്രത്യേകിച്ച് മീനല്ല മുട്ടയാണ് താല്പര്യം. മുട്ടയും ചിക്കനും ഒക്കെ ഉണ്ട്, ഇഷ്ടമാണ്. പിന്നെ ഇന്ന് അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതേണ്ട നമ്മളുടെ പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ മെഴുക്കുവരട്ടി. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്, പുട്ടിൻ്റെ കൂടെ നല്ലതാണ്, ചോറിൻ്റെ കൂടെ നല്ലതാണ്, കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലതാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഉപ്പ് നോക്കിയപ്പോഴത്തേനും ഉപ്പ് കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേണ്ട നമ്മുടെ വെണ്ടയ്ക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കൂട്ടിയിട്ട് നല്ലതായിരുന്നു കേട്ടോ. വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്, കുഴപ്പമില്ല, നമുക്ക് കൂട്ടാൻ പറ്റുന്നൊരു നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് കൂട്ടിയാണ് നമ്മളിന്ന് ലഞ്ച് കഴിച്ചത്. അതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാഹുലും ചേട്ടനും ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് വേണ്ട എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടും പഴവും അതുപോലെ തന്നെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.